തേപ്പുപാറയിലെ കുന്നുകൾക്ക് കവികളുടെ ഐക്യദാർഢ്യം. ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ തേപ്പുപാറയിലുള്ള ചീരംകുന്ന്, വേളമുരിപ്പ് ഉൾപ്പെടെയുള്ള കുന്നുകൾ സംരക്ഷിക്കാൻ കവികൾ ഒത്തുചേർന്നു. തേപ്പുപാറയിൽ സംഘടിപ്പിച്ച കാവ്യപ്രതിരോധം പ്രമുഖ സാഹിത്യ പരിസ്ഥിതി പ്രവർത്തകൻ ബാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. ഈ കവികളുടെ ഇടപെടലാണ് ആ മഴക്കാടുകളെ സംരക്ഷിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിച്ചത്. അവർ നടത്തിയ കാവ്യയാത്രകള്, മറ്റ് ഇടപെടലുകൾ, അങ്ങനെയാണ് 1985 നമ്മളുടെ അന്തരിച്ച പ്രിയങ്കരനായ രാജീവ് ഗാന്ധി അതിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രശ്നത്തിന് പരിഹാരമായി. ആ രീതിയിൽ നമ്മുടെ മുന്നിൽ വലിയൊരു ഉദാഹരണമുണ്ട്. അതോടൊപ്പം തന്നെ സുഗതകുമാരി ടീച്ചർ അട്ടപ്പാടി മലകളില് അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങളെല്ലാം വെട്ടിവെളിപ്പിച്ച് ആ കുന്നുകളിൽ നിന്ന് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ മണ്ണൊലിച്ചുകൊണ്ട് പൊക്കൊണ്ടിരുന്ന ആദിവാസികളുടെ ഊരുകളും ആദിവാസികളുടെ മണ്ണും നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ സുഗതകുമാരി ടീച്ചർ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ആ മലയിൽ മുഴുവൻ ഓരോ തൈ നട്ട്, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, ഒരു തൈ നടുമ്പോൾ പല തൈ നടുന്നു, ഒരു തൈ നടുമ്പോൾ പല തണൽ നടുന്നു, പല തണൽ നടുന്നു, പല തൈകൾ നടുന്നു, പല തണൽ നടുന്നു എന്ന് ONV സാർ എഴുതിയ പോലെ ഓരോ മരങ്ങൾ ഇങ്ങനെ നട്ട് ആ മലയാകെ ഇന്നൊരു നിബിഡ വനമായി മാറ്റിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ച ധാരാളം ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ തൊടുവക്കാട് വാർഡ് കുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ വിജയൻ നായർ അധ്യക്ഷനായി. കൺവീനർ ബിജു രാധാകൃഷ്ണൻ, ഗ്രന്ഥശാല സെക്രട്ടറിമാരായ CP സുഭാഷ്, രജീഷ്, പ്രിൻസ് വിളവിനാൽ, വെള്ളൂർ വിക്രമൻ എന്നിവർ സംസാരിച്ചു. കവികളായ ജയ അജിത്, കാശിനാഥൻ, ഐക്കാട് മോഹൻ, അപ്പുക്കുട്ടൻ മംഗലശ്ശേരിൽ, രജനി മോഹൻ, ഡോക്ടർ അനൂപ് മുരളീധരൻ, കൂടൽ ഷാജി, ഓലിക്കുളങ്ങര സുരേന്ദ്രൻ എന്നിവർ കവിത ചൊല്ലി കുന്നുകൾ സംരക്ഷിക്കുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, അടൂർ.